നമസ്കാരം. എഡിറ്റേഴ്സ് കോളത്തിലേക്ക് സ്വാഗതം. അങ്ങനെ 45 മണിക്കൂർ നീണ്ടുനിന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം അവസാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരത്തിലൊരു ധ്യാനം അദ്ദേഹം നടത്തുന്നത്. വിവേകാനന്ദ പാറ തെരഞ്ഞെടുത്തതിനുള്ള പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ഏകദേശം അറിയാം. എന്നിരുന്നാലും അതേക്കുറിച്ചാവട്ടെ ഇന്ന് എഡിറ്റേഴ്സ് കോളത്തിലെ ചർച്ച. വിദ്യ, നമുക്കറിയാം, ഈ കഴിഞ്ഞ 45 മണിക്കൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നല്ലോ കഴിഞ്ഞ ഉണ്ടായിരുന്നത്. എന്ത് തോന്നുന്നു, ഈ ധ്യാനത്തെക്കുറിച്ച് എന്തായിരിക്കും നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? കണ്ണു അടച്ചാൻ പറയാൻ പറ്റുമല്ലോ. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് ഈ ധ്യാനം ഇരുന്നത്, അല്ലേ? അത് നമുക്ക് കണ്ണു അടച്ചാൻ പറയാൻ പറ്റും. തീർച്ചയായിട്ടും അതെ. കാര്യം 2019 തെരഞ്ഞെടുപ്പിന്റെ ഇതെല്ലാം കഴിഞ്ഞ് കോലാഹലം എല്ലാം കഴിയുമ്പോൾ അദ്ദേഹം കേദാർനാഥിലെ ഒരു സ്ഥലത്ത് പോയിട്ട് രുദ്രദാന എന്ന് പറയുന്ന ഗുഹയിൽ അവിടെ പോയിരുന്നിട്ട് തപസ്. പക്ഷെ അത് വളരെ കുറച്ച് സമയം മാത്രം, 17 മണിക്കൂർ മാത്രമായിരുന്നു അന്ന് ധ്യാനം. പക്ഷെ ആ ധ്യാനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല ഭൂരിപക്ഷത്തോടെ ഭരിക്കാനുള്ള ഒരു അധികാരം കിട്ടിയില്ലേ, ഊർജം കിട്ടി. അപ്പൊ അതേ ഊർജം ഇവിടെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. കാരണം എങ്ങനെയായിരുന്നു തുടക്കം? 400-ൽ 400 സീറ്റ് എന്ന് പറഞ്ഞാണ് ഇലക്ഷനെ നേരിടാൻ വന്നവരാണ്. അപ്പൊ അവർക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ ഇനി അവസാന കൈ എന്ന് പറയും. ഇനി അവസാനത്തെ എല്ലാ അമ്പുകളും പ്രയോഗിച്ചു, അവസാനത്തെ അമ്പെന്നുള്ള രീതിയിലാണ് ഈ ധ്യാനത്തെ കാണാൻ പറ്റും. അതെ അതെ. തന്നെയുമല്ല, ഇന്ന് വാരണാസിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണല്ലോ ഈ ജൂൺ മാസം 1 എന്ന് പറയുന്നത്, അവസാനഘട്ട തെരഞ്ഞെടുപ്പുകൾ. ഇനി 3 ദിവസത്തോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരും. എങ്ങനെയായിരിക്കും എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അപ്പം എന്തു തന്നെ ആയിരുന്നാലും അങ്ങനെ വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ഈ പറയുന്ന നരേന്ദ്ര മോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുന്നത്, വിവേകാനന്ദ പാറയിലേക്ക്. ഈ വിവേകാനന്ദ പാറയും നരേന്ദ്രമോദിയും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയാമോ? പറഞ്ഞു. അതായത് നരേന്ദ്രൻ എന്ന് തന്നെയായിരുന്നു നമ്മുടെ വിവേകാനന്ദന്റെ ബാല്യകാലത്തിലെ പേര്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണത് വളഞ്ഞു പോകുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? നരേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ വിവേകാനന്ദന്റെ ബാല്യകാലത്തിൽ അദ്ദേഹത്തിന്റെ പേര്. ആ പേരിനുള്ള അദ്ദേഹം പിന്നീടാണ് സ്വാമി വിവേകാനന്ദൻ എന്നുള്ള പേര് സ്വീകരിക്കുന്നത്. അതിനുശേഷമാണ് ഈ പറയുന്ന വിവേകാനന്ദ പാറ, ആ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആ ത്രിവേണി സംഗമം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള 3 നദികളുടെ സംഗമ സ്ഥാനമാണ് ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ. ഈ 3 നദികളുടെയും സംഗമസ്ഥാനമായ ആ കേപ്പിൽ, മുനമ്പിൽ, അവിടെ നിന്ന് അദ്ദേഹം നീന്തി കടന്നിട്ടാണ് ഒരു പാറമേലിരുന്ന് അദ്ദേഹം ധ്യാനം ചെയ്തത്. അപ്പോൾ അങ്ങനെ നോക്കി കഴിയുമ്പോൾ ആ പേരിനോട് സാമ്യമുള്ള ഒന്നാണ്. അല്ല, അതവര് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. ഒരു അവതാരപ്പിറവി പറഞ്ഞതിന് ശേഷമാണല്ലോ ഈ ധ്യാനം തന്നെ നടന്നത്. ഞാൻ ദൈവമാണ്, അല്ലെ, ഞാൻ എൻ്റെ ജൈവികമായ ജനനമല്ല തൻ്റേത് എന്ന് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഈ ചരിത്രത്തിൽ നേരത്തെ അണികൾ പറഞ്ഞിരുന്നു. ഇപ്പം സ്വയം പ്രഖ്യാപിച്ചു ഞാനൊരു അവതാര പുരുഷനാണെന്ന്. പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ധ്യാനമാണല്ലോ. കാലക്രമേണ ചിലപ്പം ഇനി ഒരു പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ച് ഇനി അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും അവിടെ ഒരു ക്ഷേത്രം വരും വിവേകാനന്ദ പാറയിൽ. ഉറപ്പായിട്ടും മോദി പ്രതീക്ഷിച്ചുകൊണ്ടൊരു ധ്യാനമിരുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇനിയും അവിടെ വിവേകാനന്ദ പാറ എന്നറിയപ്പെടുന്ന പോലെ ഇനി നാളെ നരേന്ദ്രമോദി പാറ എന്നൊരു പക്ഷേ നമോ പാറ എന്നായിരിക്കും. നരേന്ദ്രമോദി എന്നുള്ളതിന്റെ ചുരുക്കത്തിൽ ഈ ഭക്തന്മാരെല്ലാം കൂടെ കയറി നമോ എന്നാക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ നമോ പാറ എന്ന് പറയുന്ന ഒരു പാറയും അതിനോട് അനുബന്ധിച്ച് ക്ഷേത്രങ്ങളും ഒക്കെ നാളെ ഉണ്ടായിക്കൂടായില്ല, വിദ്യ പറയുന്നത് കേട്ട് കഴിഞ്ഞാല്. അതെ, അല്ല പക്ഷെ എന്നാലും ഈ ഏറ്റവും ഒരു തമാശ തോന്നിയത് ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് ഇങ്ങനെ 9 ക്യാമറകൾ വെച്ചിട്ടാണ് അവിടെ ഏകാന്ത ധ്യാനം എന്നാണ് പേര്. ഏകാന്ത ധ്യാനത്തിൽ അദ്ദേഹം ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ധ്യാനത്തിൽ ഇരിക്കുന്നത്. ചൂടുവെള്ളം കുടിക്കുന്നു, പിന്നെ സൂര്യോദയം കാണുന്നു, അസ്തമനം കാണുന്നു. ഇതൊക്കെ ഒരു വിവേകാനന്ദ പാറയിൽ അല്ലെങ്കിൽ കന്യാകുമാരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ചൂടുവെള്ളം കുടിക്കുന്നില്ല, നമ്മൾ അവിടെ പോയി ആഹാരം കഴിക്കും. അത് വേറൊരു കാര്യം. പിക്നിക്കിനൊക്കെ പോയാൽ നമ്മുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇപ്പം കന്യാകുമാരി പോകുന്ന ഒരാളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? സൂര്യോദയവും അസ്തമനവും കാണുക എന്നുള്ളതാണ്. 2 ഒരിടത്ത് നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതൊക്കെ കാണുന്നുണ്ട്. ഒരു ഔട്ടിംഗ് മൂഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ അവിടെ പോയിരുന്നിട്ട് മണിക്കൂറുകളോളം 45 മണിക്കൂർ 17-ൽ നിന്ന് പിന്നെ പിന്നെ ഗുഹയിൽ നിന്ന് ഇവിടെ വിവേകാനന്ദ പാറയിലേക്ക് എത്തുമ്പോൾ നല്ല വ്യത്യാസം, സമയത്തിൽ പോലും വലിയ വ്യത്യാസം വരുന്നുണ്ട്. ഏകദേശം 18 മണിക്കൂറോളം വ്യത്യാസം അവിടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിരുന്നിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ
ഈ ധ്യാനത്തിലൊക്കെ ഇരുന്നു കൊണ്ട് ഇതിനകത്ത് വേറൊരു രാഷ്ട്രീയ തന്ത്രം കൂടിയുണ്ട്. സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഈ BJP-ക്കാർ ചെയ്തതാണ്. ഒന്ന് സൗത്ത് എന്നും പിന്നെ നോർത്ത് എന്നും പറയുന്ന ഒരു വിഭാഗീയത ഉണ്ടാക്കി. സൗത്ത് ഇന്ത്യയിൽ പൊതുവെ ഈ പറയുന്ന BJP-ക്ക് വലിയ പിടികിട്ടാത്ത സ്ഥലങ്ങളാണ്. ഇപ്പം പറയുന്ന ആന്ധ്രാപ്രദേശ് ആണെങ്കിലും കർണാടക ആണെങ്കിലും തമിഴ്നാടാണെങ്കിലും കേരളമാണെങ്കിലും ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊന്നും തന്നെ BJP-ക്ക് വലിയ വേരോട്ടത്തിന് സാധിച്ചിട്ടില്ല. തമിഴ്നാട്ടിൽ പലതവണയായിട്ട് ശ്രമിച്ചു. അതിന് ശ്രീലങ്കയായിട്ട് ചേർന്നിട്ടുള്ള ഒരു വിഷയമൊക്കെ എടുത്ത് ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതായത് ഒരു കച്ചദ്വീപുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് ശ്രീലങ്കയിലെ കുറെ അധികം ആൾക്കാരെ കയ്യിലെടുക്കാനും തമിഴ്നാടിനെ കൂടി തൻ്റെ പങ്കിലേക്ക് കൊണ്ടുവരാനും സ്റ്റാലിൻ ഉൾപ്പെടെ കരുണാനിധി ഉൾപ്പെടെയുള്ളവരെ കുറ്റം പറയുന്ന തരത്തിലേക്കാണ് അത് കച്ചദ്വീപിൻ്റെ വിഷയത്തെ അദ്ദേഹം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം കേരളത്തിൽ പിന്നെ രക്ഷയൊന്നുമില്ല. കേരളത്തിൽ എങ്ങനെയൊക്കെ ആരൊക്കെ എത്രത്തോളം BJP ആണ് എന്ന് അനുഭാവികൾ എത്രത്തോളം പറഞ്ഞിരുന്നാലും ശരി, നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതു സംസ്കാരമുണ്ട്. ആ ഒരു പൊതു സംസ്കാരത്തിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് BJP-ക്ക് ഇവിടെ അങ്ങനെ ഒരു വേരോട്ടം ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഇവിടെ ഈ പറയുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ഇപ്പം ഈ അടുത്ത സമയത്ത് കുറെയായി കേരളത്തിലോട്ട് 2-3 വിസിറ്റ് ഒക്കെ നടത്തിയിട്ട് പരമാവധി ആൾക്കാരൊക്കെ ഇവിടെ ആൾക്കാർ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവിടെ എപ്പോഴും ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പൊളിറ്റിക്കലായിട്ടേ കാണുള്ളൂ. എല്ലാ കാര്യങ്ങളെയും ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു പരിപ്രേക്ഷ്യത്തിലൂടെ നോക്കിക്കാണാനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. അല്ലാതെ അതിനൊരു മതത്തിന്റെ ഛായ കൊടുത്തുകൊണ്ട് BJP-ക്കാർ ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതത്തിന്റെ ഛായ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ BJP-ക്കാർ പോലും നമ്മുടെ ഈ രാഷ്ട്രീയത്തെ നോക്കി കാണുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള മുന്നണികൾ, നമ്മൾ മതേതരത്വം എന്നൊക്കെ മുന്നണികൾ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്കറിയാവുന്ന ഒരു കാര്യം, ഈ പലയിടത്തും ഒരു ന്യൂനപക്ഷ പ്രീണനം എല്ലാ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഒരു എല്ലാ പാർട്ടികളും പുലർത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനിടയിൽ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് വരാൻ കഴിയുന്ന ഒരൊറ്റ പാർട്ടിയുള്ളത് BJP. ഇവിടെ വന്ന് ഇപ്പം ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടും വ്യത്യാസമായിരിക്കും അല്ലേ. ഇപ്പം പിന്നെ ശബരിമലയുടെ വിഷയമാണെന്നുണ്ടെങ്കിൽ ശരണയ്യപ്പ പറയും, തിരുവനന്തപുരത്ത് വേറെ വിഷയമാണെങ്കിൽ പത്മനാഭസ്വാമിക്ക് ഇത് വിളിക്കും. അപ്പൊ ഈ രീതിയിലുള്ള ഒരു വർഗീയത ഇവിടെ വിളമ്പാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങളാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ വിസിറ്റുകൾ. പക്ഷെ കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലെ ആൾക്കാർ അതിനെ രാഷ്ട്രീയമായി തന്നെയാണ് കാണുന്നത്. ഇപ്പം BJP എന്ന് പറയുന്നത് രാഷ്ട്രീയ കക്ഷിയാണെന്നും അതൊരു വർഗീയ കക്ഷിയല്ലെന്നും അതിൽ അടിയുറച്ചുകൊണ്ട് തന്നെ നമ്മൾ രാഷ്ട്രീയത്തെ നോക്കിക്കാണണമെന്നൊക്കെ പഠിപ്പിക്കുന്ന അങ്ങനെ ശീലിച്ചു വന്നിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ അതിനകത്തുള്ളത്. അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ഒരു സൗത്ത് ഇന്ത്യയിലൂടെ ഇങ്ങനെ ധ്യാനം വരുന്നു. എവിടെ ഇരുന്ന് കന്യാകുമാരി ഇതിൻ്റെ ഭാഗം, തമിഴ്നാടിൻ്റെ ഭാഗം. സോ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവിടെ ഒരു വംശീയത ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ദേശീയത ഒരു ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ശ്രമം. അപ്പം എൻ്റെ നാട്ടിൽ വന്നിട്ട് ആരിരുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ്റെ നാട്ടിൽ വന്നിട്ടിരുന്നു. അപ്പം അവർക്കൊരു ഊർജം ഉണ്ടാക്കാനും അതിലൂടെ ഒരു കുറെ ഈ BJP-യുടെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ മോദി നമോ എന്നുള്ളതാണ്. ഇപ്പൊ ഈ ക്യാമറയുടെ മുന്നിൽ തന്നെ ധ്യാനം വരുന്നു. ആ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ 2019 തെരഞ്ഞെടുപ്പിൽ തന്നെ അവരുടെ ഈ സോഷ്യൽ മീഡിയ ഭയങ്കര സജീവമായിരുന്നു. ആ സോഷ്യൽ മീഡിയയെ കുറിച്ച് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള റേറ്റിംഗ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചൊരു സമയമുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും, അതേ ഒരു തന്ത്രം തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കാൻ പോകുന്നതിന് വേണ്ടി തന്നെയാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം കഴിഞ്ഞ പ്രാവശ്യം, അതായത് 2019 കൂടെ നിന്ന്, അതായത് ഡൽഹി, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഈ പ്രാവശ്യം ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു 18 സീറ്റോളം കിട്ടിയ ബംഗാളിൽ പോലും ഒരു മേൽക്കൈ ഇല്ല, പരുങ്ങലായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കുക, നാണക്കേടിൽ നിന്നൊക്കെ വിട്ടുമാറുക എന്നുള്ള ഒരു രീതിയിലോട്ടാണ് എന്തോ അവരുടെ ഒരു വിചാരം. ഈ ഒരു ധ്യാനം ഇരുന്ന് കഴിഞ്ഞാൽ മോദി, വ്യക്തിപരമായിട്ട് തന്നെ ഇപ്പോൾ മോദിയുടെ വിചാരം എന്താ, ഇങ്ങനെ ഒരു ധ്യാനം ഇരുന്നാൽ ഉറപ്പായിട്ടും ജയിക്കും വിജയിക്കും എന്നുള്ള ഒരു എന്തോ, ഇനി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ സ്വയം കോമാളികയാകുവാണോ എന്നൊന്നും മനസ്സിലാകുന്നില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് കാര്യം. ഈ ധ്യാനം ഇരിക്കുന്നതും അതോടൊപ്പം ഈ ദൈവികം, ഇപ്പം രാമക്ഷേത്രം, ഇപ്പം നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരിടത്ത് ക്ഷേത്രം പണിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ BJP-ക്കാരെല്ലാം കൂടെ നിരനിരയായിട്ട് എന്ന് ഒരിക്കലും BJP-ക്ക് വോട്ട് ചെയ്യത്തില്ല. BJP-ക്കാരിൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നിഷ്പക്ഷ മതികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ, ഇവരെല്ലാം തന്നെ ഓടിപ്പോയി ഉടനെ BJP-ക്ക് വോട്ട് ചെയ്യുന്ന ശീലമൊന്നും ഇവിടെ ഒരു ക്ഷേത്രം പണിയാന്ന് പറഞ്ഞുണ്ടാകാൻ പോകുന്നില്ല. ഇപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിന് പകരം വേറൊരു വലിയ ക്ഷേത്രം പണിയുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പള്ളി പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ ഒരു ക്ഷേത്രം പണിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ളവർക്ക് ആർക്കും അതിൽ യാതൊരു ഇൻട്രസ്റ്റ് ഇല്ല. മലയാളികൾക്ക് കുറച്ചധികം വിവരമുള്ളത് കൊണ്ടാണ്. അത് മലയാളികൾ എന്തായാലും ഞാൻ പറഞ്ഞത്, മലയാളികൾ എപ്പോഴും രാഷ്ട്രീയമായിട്ട് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയത്തെ കാണുന്നത്. അതിനകത്ത് മതത്തിന്റെ ഒരു മിക്സിങ് എങ്ങും ഉണ്ടാക്കിയിട്ടില്ല.
പിന്നെ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്യാമറമാന്മാർ എത്ര ക്യാമറമാന്മാരെ ഒപ്പുവരുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം ധ്യാനം ഇരിക്കുന്നത്. അന്ന് തന്നെ പിന്നെ രുദ്രദാന ഗുഹയ്ക്കുള്ളിൽ ഇരുന്ന സമയത്ത് തന്നെ ഒരു ക്യാമറമാൻ്റെ ഒപ്പമല്ലേ ഒരു ഏകാന്ത ധ്യാനം എന്ന് പറഞ്ഞ ഇതാണോ? ആരും അറിയാതെയുള്ള ധ്യാനത്തെയാണ് ഏകാന്ത ധ്യാനം എന്ന് പറയുന്നത്. അങ്ങനെ പല മഹാന്മാരും ധ്യാനത്തിൽ ഇരുന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദൻ അവിടെ വിവേകാനന്ദ പാറയിൽ പോയി വിവേകാനന്ദ സ്വാമിയുടെ പേരുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതേ പേര് തനിക്ക് കിട്ടിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ കാണിക്കുന്നത് ശരിയല്ല, ശരിയായ ഒരു നടപടിയേ അല്ല. കാരണം അവർക്ക് തന്നെ ഉറപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യം BJPക്ക് എന്നല്ല NDAക്ക് പോലും ഒരു കേവല ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് തന്നെ സംശയമുണ്ട്. പിന്നെ എന്തിനാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ട്രോളാൻ ഉള്ള കുറെ സാധനങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. എന്തോ മാത്രം ട്രോളുകളാ. കാരണം വളരെ ശരിക്കും അതും അവരെ ആയുധമാക്കും. ആ ട്രോളുകളിൽ വേണേ പിടിച്ചു കയറാൻ വരെ. അതെ 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 അതെ. ഇതിനകത്ത് നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, BJPക്ക് ഉത്തരേന്ത്യയിലുള്ള ഒരു പിടി അയഞ്ഞുകൊണ്ടിരിക്കുക. നന്നായിട്ട് അയഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് അയഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് പറയാൻ വേറൊന്നും ഇല്ല. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ തന്നെ ഇവിടെ ഞങ്ങൾ ഇത്ര പേർക്ക് ജോലി കൊടുത്തു, അല്ലെ ഇത്ര തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു, ഇത്രയേറെ വികസനം രാജ്യത്തിനുണ്ടായി, ഇങ്ങനെ എടുത്തു പറയത്തക്ക ഒരൊന്നും ജനങ്ങളോട് നരേന്ദ്രമോദി സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അബദ്ധം. ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ചെയ്തതിന്റെ പേര് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. ഇവിടെ അവർക്ക് പറയാനുള്ളത് രാമക്ഷേത്രം പണിഞ്ഞതിന്റെ പേരിലാണ്, രാംലല്ല പ്രതിഷ്ഠ നടത്തി, അതിന്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ ഇന്നുവരെ ഇന്ത്യ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ പറയുന്ന സമയത്ത് സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമ്പലം കൊണ്ട് ഞങ്ങൾക്ക് എന്താണ്? ഞങ്ങൾക്ക് അരിയില്ല, കക്കൂസില്ല, വെള്ളമില്ല, അങ്ങനെ പെട്രോളിന് വില കൂടുതൽ, ഗ്യാസിന് വില കൂടുതൽ, അപ്പൊ ഞങ്ങൾക്ക് ഈ അമ്പലം കൊണ്ട് എന്താണ് പ്രയോജനം അവർ ചോദിക്കും. സാധാരണ ഇപ്പൊ ഏതൊരു സാധാരണക്കാരൻ, ഞാൻ അടക്കമാണെങ്കിലും ഇത് തന്നെ ചോദിക്കത്തുള്ളൂ. എനിക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട, എൻ്റെ കുടുംബത്തിലോട്ട് വേണ്ട സാധനങ്ങളൊന്നും കിട്ടാതെ അങ്ങ് എവിടെ പോകാൻ പറ്റുമോ? ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് എനിക്കൊന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ചെലവിന് കാശില്ല, പോകാൻ പറ്റുന്ന ദൂരമല്ല. അപ്പൊ അതാണോ നമുക്ക് വലിയ കാര്യമെന്ന് ഏതൊരു മനുഷ്യനും ചോദിക്കും. തീർച്ചയായിട്ടും അത് തന്നെ. ഈ ചോദ്യങ്ങളെ ഭയന്നിട്ടാണ് ഇത്രയും കാലം വേണ്ട ഏകദേശം 10 വർഷം തികഞ്ഞു. അടുത്ത ഒരു ടൈമിലേക്ക് ഇനി പോവുകയാണെങ്കിൽ പോവുക എന്നുള്ള കാര്യം സംശയമാണ് ഇപ്പോഴും. അപ്പം ഈ 10 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇതുപോലുള്ള പ്രസ് മീറ്റിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാവാത്ത ഒരു പ്രധാനമന്ത്രി, ഇതുവരെ ഒരു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിലും കൃത്യമായ ഉത്തരം പറയാത്ത ഒരാൾ. ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, പല മീഡിയയുടെ മുന്നിലും വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി തയ്യാറാക്കിയ തിരക്കഥയുടെ പിൻബലത്തിൽ ഒരു ചോദ്യം കൃത്യമായി കൊടുക്കുമ്പോൾ, അല്ലാത്ത പക്ഷം അദ്ദേഹം ഇറങ്ങിപ്പോകും. കൃത്യമായി ചോദ്യത്തിന്റെ പാറ്റേൺ കൊടുത്തുകൊണ്ട് ആ ചോദ്യം അല്ലാതെ അതിനപ്പുറത്തൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷോഭിക്കുന്ന, അല്ലെങ്കിൽ അവിടെ നിന്ന് ആ ഇന്റർവ്യൂവിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നരേന്ദ്രമോദിയെ പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം തനിക്കിഷ്ടപ്പെട്ടത് മാത്രം ചോദിക്കുകയും തനിക്ക് പറയാനുള്ളത് മാത്രം കേൾക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്ന നരേന്ദ്രമോദിയാണ്. ഇപ്പൊ നമുക്കറിയാവുന്ന കാര്യമുണ്ട്, മൻ കി ബാത്ത് എന്ന് പറയുന്ന ഒരു കാര്യം. മൻ കി ബാത്ത് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്ന ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹം കൊണ്ടുവന്ന് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു പോകുന്നു. അല്ലാതെ അതിനപ്പുറത്തേക്ക് എന്താണ് അദ്ദേഹം പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുള്ളത്? ഇപ്പം വിദ്യ ചോദിച്ചിട്ടുള്ള പല ചോദ്യങ്ങളും സാധാരണക്കാർക്കിടയിലുള്ള ചോദ്യം തന്നെയാണ്. ഈ ചോദ്യങ്ങൾ ഒരു പത്രക്കാരന് ചോദിക്കാനുള്ള അവസരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കുന്ന സമയത്ത് കിട്ടിയിട്ടില്ല. ഒരു പത്രക്കാരനും കിട്ടിയിട്ടില്ല. ഡൽഹിയിൽ പത്രപ്രവർത്തനം നടത്തുന്ന എല്ലാ പത്രക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനൊരു അവസരം അവർക്ക് ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ ഇതെല്ലാം ഒരു ഗിമിക്സ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് എല്ലാതും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വന്ന് പറയുന്നു. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇവിടുത്തെ ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. അതിനെ മൻമോഹൻ സിംഗ് കൃത്യമായി വിശേഷിപ്പിച്ചത് ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് എന്നാണ്, ആസൂത്രിതമായ കൊള്ളയടി എന്ന് തന്നെയാണ് അദ്ദേഹം മൻമോഹൻ സിംഗ്. അദ്ദേഹം വളരെ സാമ്പത്തിക വിദഗ്ധനായിരുന്നു. അദ്ദേഹം തന്നെ അതിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്. അപ്പൊ ഈ രീതിയിലെല്ലാം നമ്മൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നിന്നിട്ട് അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്നിട്ട് പറഞ്ഞ് ലോകം മുഴുവൻ ഇന്ത്യയുടെ ശബ്ദമാണ് എന്റെ ശബ്ദം, ഇന്ത്യയുടെ ശബ്ദമാണ് ലോകം മുഴുവൻ കേൾക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെ ഞാൻ വന്നത് കൊണ്ടാണ് ഇന്ത്യ രക്ഷപ്പെട്ടതെന്ന് പറയുന്നത് നമുക്കറിയാം. ഡോളറിന്റെ വില എവിടെ കിടന്നതാണെന്ന് നമുക്കറിയാം. ലോകം മുഴുവൻ റിസഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിൽ അമരുന്ന സമയത്ത് എന്തുകൊണ്ട് ഇന്ത്യൻ എക്കണോമി താഴെ പോയില്ല? ഇന്ത്യൻ എക്കണോമി താഴെ പോയിട്ടില്ല. ഇപ്പോഴാണ് ശരിക്കും ഇന്ത്യൻ എക്കണോമി താഴെ നിൽക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം 80 രൂപ ഉണ്ടെങ്കിൽ $1 നമുക്ക് കിട്ടും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ വലിയൊരു സാമ്പത്തികമായ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. ഇപ്പൊ സ്വർണത്തിന്റെ വില കൂടുന്നതനുസരിച്ച് നമ്മുടെ പണത്തിന്റെ മൂല്യമാണ് കുറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.
ഇന്ധനത്തിന്റെ വിലയോ? ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല. സീറ്റ് ഇപ്പം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമോ എന്നുള്ള പേടി നല്ല ഭയം ഉള്ളിലുണ്ട്. അല്ലാതെ പുറത്തോട്ട് കാണിക്കുന്നില്ലെങ്കിലും അതിനാണല്ലോ പ്ലാൻ ബി തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് സഖ്യകക്ഷികളെ കൂടെ ഇങ്ങോട്ട് വലിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണല്ലോ പ്ലാൻ ബി ഇങ്ങനെ വെച്ചേക്കുന്നത് തന്നെ. അത് തന്നെയാണ് അവരുടെ പ്ലാൻ ബി എന്ന് പറഞ്ഞ കാര്യം. നമുക്കറിയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രാജസ്ഥാൻ മുതൽ നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയം മുതൽ അദ്ദേഹം ചെയ്തിരുന്നത് എന്താണ്? പ്രധാനമന്ത്രി എന്നുള്ള ഒരു പദത്തിലിരുന്നു കൊണ്ട് ഒരിക്കൽ പോലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തൊക്കെ കാര്യങ്ങളെ വിളിച്ചു പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങളെ തകർക്കുന്ന രീതിയിൽ, അല്ലെ അവരെല്ലാം കൊള്ളരുതാത്തവരാണ് എന്നുള്ള ലെവലിലേക്കല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഇവരുടെ ഭൂമി വരെ പിടിച്ചു കൊടുക്കും, അവരുടെ സ്വത്തുക്കളെല്ലാം, ഹിന്ദുക്കളുടെ സ്വത്തുക്കളെല്ലാം മുസ്ലിംസിന് പിടിച്ചു കൊടുക്കും. അതോടൊപ്പം തന്നെ അവരുടെ താലിമാല പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇവിടെ കാര്യങ്ങൾ എത്തിപ്പെടും എന്നുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞു കൊടുക്കുന്നത് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണെന്ന് ആലോചിക്കണം. അദ്ദേഹമാണ് വന്ന് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മുസ്ലിം വിരുദ്ധത പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിട്ടുണ്ട് ഈ ധ്യാനം വരുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നു. പക്ഷെ എന്ത് പ്രയോജനം? ആർക്കെന്ത് പ്രയോജനം? ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. കാര്യം ഈ വിരുദ്ധമായ പ്രസംഗങ്ങൾ നടത്തുന്നു. ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്താൻ പാടില്ല എന്നാണ്. ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾക്കെതിരെ എന്ത് നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? പണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുറത്താക്കിയതല്ലേ? രാഹുൽ ഗാന്ധി ഒരു മോദി എന്ന് പറയുന്ന ഒരു മതവിഭാഗത്തെ സമുദായത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അന്ന് വിരളി പിടിച്ചിട്ട് അദ്ദേഹത്തെ ഇവിടുന്ന് പുറത്താക്കി. അദ്ദേഹം താമസിച്ചിരുന്ന് വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. അപ്പൊ ഇത്രയേറെ ചെയ്തു വെക്കുന്നു. ആ ഹൈക്കോടതി കേസ് നടക്കുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ട് ഇപ്പോഴും ഉണ്ടാകുന്ന വിവാദങ്ങൾക്കോ മോദി പറയുന്നതിനോ ഒന്നും നടപടി എടുക്കേണ്ടവരല്ല ഇദ്ദേഹത്തിന്റെ കയ്യിലല്ലേ. അരുൺ ഗോയൽ എന്ന് പറയുന്ന അവരുടെ കഴിഞ്ഞ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടിരുന്ന ആള് റിസൈൻ ചെയ്തു. ഇതിന് തൊട്ട് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് പിടിച്ചൊരു സീറ്റ് കൊടുത്തു, ലോക്സഭാ സീറ്റ്. അപ്പം ഈ പറയുന്ന ജസ്റ്റിസ് ആണെങ്കിലും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിലും എല്ലാവരും ഇദ്ദേഹത്തിന്റെ പിണിയാളുകളാണ്. കാര്യം എന്താ? ഇവിടെ നിന്നുകൊണ്ട് ഇനി അവർക്ക് ഒരു ഉയർച്ച ഉണ്ടാണെങ്കിൽ അവർക്ക് പൊളിറ്റിക്സ് ആവശ്യമാണ്. ഇപ്പൊ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന പദവി മാറുന്നു, ജസ്റ്റിസ് എന്ന് പറയുന്ന പദവി മാറുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന പദവി മാറുന്നു. ഇത് കഴിയുമ്പോഴത്തേക്ക് ഇവർ പൊതുധാരയിൽ അപ്രസക്തമായി മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടത് ഒരു സേഫായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ്. ഇവർക്ക് വേറെ എങ്ങോട്ടെങ്കിലും വേറൊരു രാഷ്ട്രീയ കക്ഷിയിലേക്ക്, ഇപ്പൊ ഇന്ത്യ മുന്നണിയിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്കോ അതല്ലെങ്കിൽ BSPയിലേക്കോ ഇറങ്ങുന്നുണ്ടോ വലിയ പ്രയോജനമില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? ഇദ്ദേഹത്തെ പിടിച്ച് ഏതെങ്കിലും ഒരു നേരെ BJPയിലേക്ക് ചാടുന്നു. അതിനെന്ത് ചെയ്യണം? നരേന്ദ്രമോദിയുടെ സൂക്തങ്ങൾ ഉറക്കെ പാടിക്കൊണ്ടേയിരിക്കണം. നരേന്ദ്രമോദി ദൈവമാണെന്ന് പറഞ്ഞാൽ അതേ ദൈവം തന്നെയാണ്. അവിടെ പ്രാർത്ഥനാ ശ്ലോകങ്ങൾ ഉണ്ടാക്കണം. ഇതൊക്കെ ഇവരുടെ പണിയാണ്. അതാണ് പറഞ്ഞത്. ഭാവിയില് ഈ കറങ്ങി തിരിഞ്ഞു മിക്കവാറും ഒരു അമ്പലമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പം നരേന്ദ്രമോദിയുടെ വീടിന്റെ ആ ഭാഗത്തിന് ക്ഷേത്രം പണിയോന്നൊക്കെ അറിയില്ല. പിന്നെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ കള്ളം പറഞ്ഞ് പറ്റിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രി കൂടിയാണെന്ന് പറയേണ്ടി വരും ഇദ്ദേഹം. ഒരുപാട് തവണ കള്ളങ്ങൾ പറഞ്ഞു, ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിച്ചു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞ്. ഇത് എന്നിട്ട് ഒടുവിൽ ഏറ്റവും അവസാനം ഈ പറയുന്ന മതങ്ങളുടെ ഭിന്നതകള് അതിനുശേഷം ശരിക്കും മതം വല്ലാതെ കുത്തിക്കേറ്റുന്നു. വളരെ അത് ആ കുത്തിക്കേറ്റില് നടക്കാതെ പോയത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലാണ്. വല്ലാതെ മതം കുത്തിക്കേറ്റാൻ കേരളത്തിലോട്ട് പറ്റിയിട്ടില്ല. ഇവിടെ അതിനൊരു കാരണം കൂടിയുണ്ട്. ഇവിടെ വല്ലാത്തൊരു പ്രതിരോധം തീർത്തിരിക്കുന്ന രണ്ട് മുന്നണികളാണ് ഇടതും വലതും എന്ന് പറഞ്ഞാൽ. അവര് ശരിക്കും നമ്മളൊക്കെ പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവര് പലപ്പോഴും മതത്തെ കൂട്ടുപിടിക്കാറുണ്ട്, സമുദായത്തെ കൂട്ടുപിടിക്കാറുണ്ട്. കാര്യം ഇവർക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവരിതിനെ കൂട്ടുപിടിക്കും. ഇപ്പം നമുക്കറിയാം, മലപ്പുറത്ത് നിർത്തുന്ന സ്ഥാനാർത്ഥിയുടെ പേര് വസീഫ് എന്നായിരിക്കണം, അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ആയിരിക്കണം. അവിടെ ഇങ്ങനെ ചിന്തിക്കും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലും തുടർന്ന് തെരഞ്ഞെടുപ്പിൻ്റെതായ ആ ഒരു ജനാധിപത്യ പ്രവർത്തനങ്ങളിൽ പ്രക്രിയയിൽ ഇവർ മതം കലർത്താറുണ്ട്. പക്ഷേ ഫലത്തിൽ ഇവരെല്ലാവരും മതേതരവാദികൾ എന്ന ഒരു ഗണത്തിലേക്ക് മാറുന്നുണ്ട്. ഈ ഇടതുവാണെങ്കിലും വലതാണെങ്കിലും ഇവരുടെ ഒരു പ്രവർത്തനം ശക്തമായി നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ മതത്തിന്റെ പേരിൽ ഒരു ഭിന്നിപ്പുണ്ടാവാത്തത്. ഇവർ ഇടതു മുന്നണിയാണെങ്കിലും വലതു മുന്നണിയായാലും വളരെ ശക്തമാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം നമ്മൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെതായ ഒരു അടച്ചുറപ്പുണ്ട്. CPM-നെ സമയത്തോളം CPM-നെ നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും അതിനും അതിൻ്റെതൊരു അടച്ചുറപ്പുണ്ട്. അപ്പൊ ഈ ഒരു സിസ്റ്റം, ഈ രണ്ട് സിസ്റ്റം നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് BJPക്ക് ഇവിടെ വർഗീയമായിട്ട് മതപരമായ ഒരു അണികൾ ഉണ്ടെന്ന് പറഞ്ഞാലും
ഒരു എന്താ പറയുന്നത്, ഒരു അക്കൗണ്ട് തുറക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇപ്പൊ നമ്മളൊന്ന് നോക്കിയാല് ഒരു പക്ഷേ ശബരിമല വിഷയം വിധിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. നാമജപ ഘോഷയാത്രകൾ, നമ്മുടെ നാമജപ പ്രതിഷേധ യാത്രകൾ, ഘോഷയാത്ര എന്നല്ല പറയുന്നത്, നാമജപ പ്രതിഷേധങ്ങൾ നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് വന്നിരുന്നു. ഈ സമയത്തെല്ലാം നമ്മൾ അവരെയൊക്കെ നമ്മുടെ കേരള സമൂഹം മൊത്തത്തിൽ അതിൽ പങ്കെടുത്ത സ്ത്രീകളെ കുലസ്ത്രീകൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. ഇല്ലേ? നമുക്കറിയാവുന്നതാണ്. അങ്ങനെ വിളിച്ച് ആക്ഷേപിക്കുന്ന നാടാണിത്. അവിടെ കാര്യം എന്തിനു വേണ്ടിയാണ് അവിടെ സമരം ചെയ്തത്? സുപ്രീം കോടതിയിൽ ഉണ്ടായ ഒരു വിധിയാണത്. ആ സുപ്രീം കോടതിയിൽ ഉണ്ടായ ഒരു വിധിയെ വേണമെന്നെങ്കിൽ ഒരു ഓർഡിനൻസ് വെച്ചിട്ട് കേന്ദ്ര സർക്കാരിന് പിന്നെ കൺട്രോൾ ചെയ്യാമായിരുന്നു. അങ്ങനെ എന്തുകൊണ്ട് പിന്നെ അവരുടെ ഓർഡിനൻസ് ഇറക്കില്ല? ഇങ്ങനെ ഒരു വർഗീയ കലാപത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള ഒരു കലാപത്തിലേക്ക് വക്കീൽ വരെ എത്തിക്കാൻ എന്തിന് ഇവർ കൂട്ടുനിന്നു? BJP സർക്കാർ എന്തിനാണ് കൂട്ടുനിന്നത്? ഭിന്നിപ്പിക്കുക. നമ്മളെല്ലാവരും കണ്ടതാണ്. സുരേന്ദ്രൻ ഇവിടുന്ന് സുരേന്ദ്രൻ കെട്ടും കെട്ടി ശബരിമലയിൽ പോവുകയും അദ്ദേഹത്തിനെ അവിടുന്ന് പോലീസ് പിടിക്കുകയും ചെയ്യുമ്പോൾ ആ കെട്ട് താഴെയിട്ടത് ആരാണെന്ന് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലേ? നമ്മളതല്ല, ആ CCTV ദൃശ്യങ്ങൾ കണ്ടില്ലേ? അദ്ദേഹം തന്നെ തോളിൽ കിടന്ന ഇരുമുടി കെട്ടിട്ട് താഴെ കിട്ടും. അപ്പൊ ഇവരാണോ ഭക്തിയെ കുറിച്ച് സംസാരിക്കുന്നത്? ഇവരാണോ ഹൈന്ദവ ദേവാലയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്? ഇടക്കാലത്ത് നമുക്കറിയാം ഇങ്ങനെ ഒരു ഹൈന്ദവ പ്രശ്നങ്ങൾ കൊണ്ടുവന്നത് ശശികല ടീച്ചർ എന്ന് പറയുന്ന ഒരാളായിരുന്നു. ഇവര് പരമാവധി ഇതിനെ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് എനിക്കൊന്ന് ഹിന്ദു ഐക്യവേദിയുടെ നേതാവെന്തുമായിരുന്നു. പക്ഷെ അനക്കമില്ല. ഇപ്പൊ ഇപ്പൊ കുറെ കാലത്ത് അവരുടെ യാതൊരു എവിടെയോ അതാണ് ഇങ്ങനെ വർഗീയത അവര് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ ഒരു സ്ത്രീയാണ്. അങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറയുന്നവരെല്ലാം പടിക്ക് പുറത്തിരുത്തുന്നതാണ് നമ്മുടെ കേരളത്തിന്റെ ശീലം. അവരെന്തുകൊണ്ട് ഇപ്പം BJPയിലെ അണികൾ ആരും എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്നില്ല? കാണുന്ന പോലും ഇല്ല. ഒരു പ്രസ്താവന പോലും അവരുടേതായി ഇവിടെ വരുന്നില്ല. എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചിട്ടാണ് ഇവിടുത്തെ ഹിന്ദുക്കളെ ഇറക്കിയിട്ട്, എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ഹിന്ദുക്കൾ ആരെങ്കിലും അനങ്ങിയോ? ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു ഇലക്ഷന്റെ പ്രചരണ സമയത്ത് പോലും എവിടെയും എങ്ങും കണ്ടില്ല. ഇത്തവണ ഈ പറയുന്ന ഒന്നും കാണുന്നില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കേരളത്തിന്റെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഈ 3 പാർട്ടികളെ നമുക്ക് എടുക്കാം. ഈ 3 പാർട്ടികളെ നോക്കിക്കഴിഞ്ഞാലും ഇനി ലീഗിനെ കൂടെ കൂട്ടുപിടിക്കാം. ലീഗ് എപ്പോഴെങ്കിലും പച്ചയ്ക്ക് വർഗീയവാദം പറഞ്ഞിട്ടുണ്ടോ? ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പൊ സമസ്ത ചിലപ്പോൾ പറഞ്ഞേക്കും. പക്ഷെ ലീഗ് ഒരിടത്ത് പോലും പച്ചയ്ക്ക് വർഗീയത എങ്ങും പറഞ്ഞ് പരത്തിയിട്ടില്ല എന്നുള്ളതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. BJP പച്ചയ്ക്ക് വർഗീയത കേരളത്തിലെ BJP നേതാക്കൾ പറയുന്നുണ്ടോ? ഇപ്പൊ ഈ സുരേന്ദ്രന്റെ വിഷയം മാറ്റി നിർത്താം. സുരേന്ദ്രൻ ഗണപതി വട്ടം ആക്കണമെന്നൊക്കെ പറയുന്ന മണ്ടത്തരം കൊണ്ട് പറയുന്നതാണ്. എത്രയും കാലം കൊണ്ട് സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് അത് മാറ്റി ഞങ്ങള് ഗണപതി വട്ടം ആക്കുമെന്നൊക്കെ പറഞ്ഞാൽ അത് വെറുതെ പറയുന്ന. അതൊരു പുള്ളി വിചാരിച്ചെന്താ അങ്ങനെ പറയുന്നുണ്ട്. വലിയ വിവാദമാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ എല്ലാരും അത് കേട്ടവരൊക്കെ പുച്ഛിച്ച് തള്ളുന്ന അവസ്ഥയായിരുന്നു. പുച്ഛിച്ച് തള്ളി. അത് അതിനെക്കുറിച്ച് വിശദമാക്കാൻ തന്നെ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു എന്നാ പറയുന്നത്. പത്രസമ്മേളനം വിളിച്ചിട്ട് പുള്ളി അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പത്രക്കാരുടെ വിചാരം എന്താ, ഇനിയും ചോദിക്കും. പത്രക്കാർ ചോദിക്കും എന്നുള്ളതായി പോയി ഇതിന്റെ വിചാരം. ഇത് സുരേന്ദ്രനെ. പക്ഷെ ആരും ചോദിച്ചില്ല. പത്രക്കാരും ഇതിനെക്കുറിച്ച് ചോദിച്ചില്ല. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ പുള്ളി അത് പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരാൾ വന്ന സമയത്ത് ഇങ്ങനൊരു തീരുമാനം വന്നിരുന്നു, അത് 1900 എത്രയോ വർഷം പറഞ്ഞിട്ട് അന്നാണ് ഇത് നടത്താനിരുന്നത് എന്നൊക്കെ പുള്ളി അങ്ങോട്ട് പറഞ്ഞു വെക്കുകയും ചെയ്യും. ഇതിന്റെയൊക്കെ ഒരു ആവശ്യം എന്താണ്? അവിടെ ആർക്കാണ് ഭൂരിപക്ഷം ഉള്ളത്? ഇപ്പൊ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലീഗിന്റെ കോട്ടയാണ് അവിടെ. മുസ്ലിം ലീഗിന് വളരെ പ്രാതിനിധ്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ വയനാട് എന്ന് പറയുന്നത്. ബത്തേരി അങ്ങനെ തന്നെയാണ്. അവിടെ ചെന്നിട്ട് ഞാൻ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റും, അതിനെ ഗണപതി വട്ടം ആക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അവിടെ നിന്ന് വോട്ട് കിട്ടുമോ? ഇത് അതുകൊണ്ട് കേരളത്തിന്റെ സ്ഥിതി മറ്റൊന്നാണ്. ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഈ കന്യാകുമാരിയിൽ അല്ല അതുവരെ കത്തിച്ച് നിന്ന പടക്കങ്ങളൊക്കെ അതോടുകൂടി വെള്ളം ഒഴിച്ച് കിടത്തി. ഈ ശബരിമല വിഷയത്തെ കുറിച്ച് ശ്രീധരൻപിള്ള എന്തിനാ പറഞ്ഞറിയോ? ശ്രീധരൻപിള്ള പറഞ്ഞ നമുക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്നാണ് അന്ന് ശ്രീധരൻപിള്ള ഈ ശബരിമല വിഷയത്തെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ പലരും ഇതിനെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കണ്ടു. പക്ഷെ കണ്ടതൊന്നും ഫലവത്താകാതെ പോയതിന്റെ പ്രധാന കാരണം നമ്മുടെ ഇവിടെ ഒരു അടിത്തറ ഉണ്ടായിരുന്നത് വളരെ സ്ട്രോങ് ആണ് കേരളത്തിൽ. ഇത് ഈ പറയുന്ന ഗിമിക്സ് കൊണ്ട് നമ്മുടെ കേരളത്തിലുള്ളവരെ ഈ പറയുന്ന ധ്യാനം കൊണ്ടൊന്നും നമ്മുടെ കേരളക്കാരുടെ മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊക്കെ അവർ ആ ലെവലിൽ തന്നെ ചിന്തിക്കും, ഇതിനെ ചിന്തിച്ച് മനസ്സിലാക്കും. പിന്നെ കുറച്ച് ദിവസം ഇരുന്ന് ചിരിക്കാനുള്ള ഒരു വക ഉണ്ടാക്കി വെച്ചിട്ട് പോയി. കേരളക്കാർക്ക് ചിരിയാ വരുന്നത് ഇത് കാണുമ്പോൾ. ഈ ധ്യാനം ഇരിക്കുന്നതൊക്കെ നല്ലതാണ്. ധ്യാനം കുറച്ചു നേരം നമുക്ക് ഈ എല്ലാ തിരക്കുകളിൽ നിന്ന് വിട്ടുമാറി നമുക്ക് 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ നമുക്ക് വെറും വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് ഒരു ധ്യാനമൊക്കെ ഇരുന്ന് നമ്മുടെ ശരീരം ഒന്ന് മെഡിറ്റേറ്റഡ് ആവും. കുറച്ച് ഏകാഗ്രത കിട്ടും. നമ്മുടെ ശരീരത്തിന്റെ അതുവരെ ഉണ്ടായിരുന്ന ക്ഷീണമൊക്കെ മാറി നമ്മളൊന്ന് ഫ്രഷ് മൈൻഡ് ആവും. പിന്നെ തന്നെ അവിടെ പോയിട്ടുണ്ടോ? അവിടെ മെഡിറ്റേഷൻ ഹാളുണ്ട്. വിവേകാനന്ദ പറയും മെഡിറ്റേഷൻ ഹാളുണ്ട്. അവിടെ ഓം എഴുതി വെച്ച ഒരു ഇതിരിപ്പുണ്ട്. അവിടെ എപ്പോഴും വളരെ സൈലന്റ് ആയിട്ട് ഓം എന്നൊരു ശബ്ദം
ഇങ്ങനെ വളരെ സൈലൻ്റ് ആയിട്ട് ഒന്ന് തോന്നുന്ന എന്നാൽ വളരെ മൈന്യൂട്ട് വോളിയത്തിൽ അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അവിടേക്ക് ചെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷായി മാറും. നമ്മളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് മിക്കവാറും അവിടെ വരുന്ന മെഡിറ്റേഷൻ ഹാളിലേക്ക് വരുന്ന എല്ലാവരും ഇതിന് വേണ്ടിയിട്ടാണ്. ഈ തിരക്കുകളിൽ നിന്നെല്ലാം നമ്മൾ ഇന്ന് റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ലൈഫാണ് നമുക്കിഷ്ടം. അപ്പോൾ നമ്മൾ ഈ സ്ട്രെസ്സും വർക്കിൻ്റെ സ്ട്രെസ്സും ഫാമിലിയുടെ സ്ട്രെസ്സും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിട്ട് വിവേകാനന്ദ പാറ പിക്നിക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ അവിടെ പോയി ഒരു അരമണിക്കൂർ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ആക്ച്വലി അതൊരു നല്ല പ്രോസസ്സാണ്. ധ്യാനം ഇരിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഏകാഗ്രമായി കുറച്ച് നേരം ഇരിക്കുക. നമ്മൾ എല്ലാ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇന്ന് നമുക്ക് മൊബൈൽ ഫോൺ വിട്ടിട്ട് നമുക്ക് പറ്റുന്നില്ല. ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഇരുന്നെങ്കിലേ 4 പേര് അറിയൂ. കാരണം ഇനിയിപ്പോ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും മൈൻഡ് പോലും ചെയ്യുമെന്ന് പോകുന്നില്ല. പിന്നെ വേറൊരു പ്രശ്നം, ധ്രുവറാത്തി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്, ധ്രുവറാത്തി. അപ്പം ഈ ധ്രുവറാത്തി ഒരു വലിയ ഒരു ഘടകമായി പ്രവർത്തിച്ചു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ. നരേന്ദ്രമോദിയിൽ പറഞ്ഞിട്ടുള്ളതും എല്ലാം നരേന്ദ്രമോദിക്കെതിരെ ഏറ്റവും വലിയൊരു ക്യാമ്പയിനിങ് ആയിരുന്നു നടന്നിട്ടുള്ളത്. ഏകദേശം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 10 ലക്ഷത്തിലധികം, 10 ലക്ഷമല്ല, എനിക്ക് 9 ബില്യൺ സബ്സ്ക്രൈബേഴ്സിന് മേലെ ഉള്ള ഒരു യൂട്യൂബറാണ് ധ്രുവറാത്തി എന്ന് പറഞ്ഞിട്ട്. ഈ ധ്രുവറാത്തി കൃത്യമായി ഈ പറയുന്ന നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അക്കമിട്ട് ഖണ്ഡിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, പലതിനും നമ്മൾ ഉദ്ദേശിക്കാത്ത അത്രയും വ്യൂസ് ആണ് അദ്ദേഹത്തിന്. ഓൾ ഇന്ത്യ അദ്ദേഹത്തിന് ഇപ്പം ഫാൻസ് ഉണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ പല വീഡിയോ, ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ പലതിനും ഷെയർ ചെയ്തവർക്കെതിരെ കേസെടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു കോലാഹലമൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുകയൊക്കെ ചെയ്തു. ഇതും കൂടി വന്നു. അതിൻ്റെ ഇടയ്ക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു വരവ്, അതൊരു വല്ലാത്ത വരവായിപ്പോയി. അരവിന്ദ് കെജ്രിവാൾ ഈ പറയുന്ന ഒരു കേസിൽപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നു, തീഹാർ ജയിലിലേക്ക് മാറ്റുന്നു. തീഹാർ ജയിലിൽ അദ്ദേഹം പറയുന്ന നിരവധി ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം എവിടെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വരെ ഇതിൻ്റെ ഒരു കോപ്പി പോകുമെന്നാണ് പറയുന്നത്. അതായത് ആ CCTVയുടെ വിഷ്വൽസ് ഫുട്ടേജ് അവർക്കൂടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുമെന്ന് കെജ്രിവാൾ പറയുന്നു. കെജ്രിവാൾ കളിയാക്കി പറഞ്ഞു, ഞാൻ ബാത്റൂമിൽ പോകുന്നത് പോലും നരേന്ദ്രമോദി അറിയണം, പ്രധാനമന്ത്രി അറിയണം എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് മാറിയ ഒരു ഏകാധിപതിയാണ് ശരിക്കും ഇത്. ഈ ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴേക്ക്, കെജ്രിവാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കെജ്രിവാൾ ശക്തമായിട്ടാണ് ഇതിനെ പ്രതിരോധിച്ചത്. കെജ്രിവാൾ പരസ്യമായ ഡിബേറ്റിന് പോലും അദ്ദേഹത്തെ ക്ഷണിക്കുകയുണ്ടായി. ഡിബേറ്റിന് വിളിക്കുന്നത് ആദ്യ സംഭവമൊന്നുമല്ല. രാഹുൽ ഗാന്ധി ഡിബേറ്റിന് വിളിച്ചിട്ടുണ്ട്. എത്ര തവണ പോയി? എത്ര വലിയ ധൈര്യശാലി, ഞാൻ ജൈവ സൃഷ്ടിയല്ലെന്നും ഞാൻ വേറെ ഒരു അവതാര പുരുഷനാണെന്നും പറയുന്ന നരേന്ദ്രമോദി എത്ര തവണ രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ പോയി? എന്തുകൊണ്ട് പോകുന്നില്ല? ഒരു പ്രതിപക്ഷ നേതാവായിട്ടെങ്കിലും അടുത്ത തവണ ഇരിക്കാൻ യോഗ്യതയുള്ള ഒരാളാണ് രാഹുൽ ഗാന്ധി. എന്തുകൊണ്ട് അത്രയും പ്രതിപക്ഷ കക്ഷിയുടെ ഒരു നേതാവ് പരസ്യമായി ഡിബേറ്റിന് വിളിച്ചിട്ട്, ഒരു തുറന്ന ചർച്ചയ്ക്ക് വിളിച്ചിട്ട്, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ പോലെ ധൈര്യശാലി പോവാത്തത്? ഇത്രയും കള്ളങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വെച്ച ചീട്ടുകൊട്ടാരം തകരും. അതാണ് പ്രധാന കാരണം. കള്ളങ്ങൾ കൊണ്ടുണ്ടാക്കിയ ചീട്ടുകൊട്ടാരം തകരും. അതുകൊണ്ട് മാത്രമാണ് ഇവരാരും ഡിബേറ്റിന് വിളിച്ചാൽ പോവാത്തത്. എന്തെല്ലാം കാര്യങ്ങളാണ് കെജ്രിവാൾ എന്ന് പറഞ്ഞത്. കെജ്രിവാൾ നരേന്ദ്രമോദിയെ അക്കമിട്ട് വെട്ടിയില്ലേ? എന്നിട്ട് എന്താ ഉണ്ടായിരുന്നത്? അതിനെന്തെങ്കിലും മറുപടി പറയാൻ കഴിഞ്ഞോ? അമിത്ഷായും യോഗി ആദിത്യനാഥും തമ്മിലുള്ള സംസാരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവർ തമ്മിൽ നടക്കുന്ന സ്പർദ്ധയെക്കുറിച്ച് കെജ്രിവാൾ സൂചിപ്പിച്ചു. അതിനെക്കുറിച്ച് എന്തെങ്കിലും നരേന്ദ്രമോദി മിണ്ടിയോ? അല്ലെ അമിത്ഷാ മിണ്ടിയോ? മിണ്ടിയിട്ടില്ല. RSSനെ അകറ്റി നിർത്തിയിരിക്കുന്ന കാര്യം JP നദ്ദ വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞു. RSSനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ ഒരു ഇതായിട്ട് ഞങ്ങൾ RSSനെ കണക്കാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞു അതിനെതിരെ? ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം പോലെ. എൻ്റെ ഇടയ്ക്ക് പ്രായം നരേന്ദ്രമോദി കൊണ്ടുവന്ന 75 വയസ്സെന്ന് പറഞ്ഞ ക്രൈറ്റീരിയ നരേന്ദ്രമോദിയാണ് കൊണ്ടുവന്നത്. നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ട് എന്നിട്ട് എന്തുകൊണ്ട് അത് പിന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല ഇനി അങ്ങോട്ട്? കാര്യം അദ്ദേഹത്തിന് വെട്ടണമായിരുന്നു. LK അദ്വാനി അടക്കമുള്ള പല നേതാക്കന്മാരെയും വെട്ടി വീട്ടിലിരുത്തണമായിരുന്നു. ഇതിന് നമ്മൾ സുഷമാ സ്വരാജിനെ പോലും വെട്ടി വീട്ടിലിരുത്തണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ചെയ്ത പണിയായിരുന്നു ഈ 75 വയസ്സെന്ന് പറയുന്ന ക്രൈറ്റീരിയ. ഇനി ഇത്തവണ നടപ്പിലാക്കൂ? നടപ്പിലാക്കത്തില്ല. ഇത്തരം ചോദ്യങ്ങൾ പലതവണ ഉയർന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായതെല്ലാം കയ്യിൽ നിന്ന് പിടിവിട്ടു പോവുകയാണ്. അതാ പറഞ്ഞേ, നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അവസാന അമ്പാണ് ഇത്. ആവനാഴിയിലെ എല്ലാം കഴിഞ്ഞു. ഇനി അവസാന ദമ്പനി ധ്യാനം ഇരുന്ന് നോക്കാം എന്നുള്ള അതേ ഉള്ളൂ. ഇനി അതൊക്കെ ഉള്ളൂ. ധ്യാനം ഇരിക്കുമ്പോൾ ഇപ്പം നമ്മൾ ആലോചിക്കും, ഇത് നേരത്തെ പിന്നെ കേദാർനാഥിൽ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ആരും അറിഞ്ഞില്ല. അത് അദ്ദേഹത്തിന്റെ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ്, പുള്ളി ക്യാമറ ഭ്രമം കുറച്ച് കൂടുതലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ഫോട്ടോ പിന്നീട് എപ്പോഴുമാണ് അത് റിലീസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് അത് പുറത്തേക്ക് വരുന്നത്. അന്നേരമാണ് എല്ലാവരും അറിയുന്നത് ഇങ്ങനെ നരേന്ദ്രമോദി ധ്യാനം ഇരുന്നു എന്നുള്ള കാര്യം. അപ്പം ഇങ്ങനെ പലതും ചെയ്യുന്നു. അതിൻ്റെ എല്ലാം ഒരു ക്യാമറയുടെ നമുക്കറിയാം. അന്ന് അത് ഗുണം ചെയ്തു. അപ്പൊ ഈ
ഇത്തവണയും അത് എന്തോ ഗുണം ചെയ്യും എന്നുള്ള വിചാരത്തിലാണ് ഈ ഇത്രയും പബ്ലിസിറ്റി ഇതിന് കൊടുത്തേക്കുന്നത്. നമുക്കറിയാലോ ഇപ്പൊ നരേന്ദ്രമോദി സമ്മേളനത്തിലുള്ള ക്യാമറകളോടുള്ള അദ്ദേഹത്തിന്റെ പ്രണയം. ബാക്കി ക്യാമറകളുടെ പ്രണയം പലർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറകളോടുള്ള. ഇപ്പൊ മമ്മൂട്ടിക്കുണ്ട് അങ്ങനെ ക്യാമറകളോട് പ്രണയം. ഇതിന് പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പല ക്യാമറകളും അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ പിന്നെ അദ്ദേഹം സിനിമാ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പല ഫോട്ടോസും അവർ എടുക്കാറുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എപ്പോഴും ഒരു സ്റ്റാർഡം ആവശ്യമാണ്. ഒരു സ്റ്റാർഡം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം പഠിച്ച സ്കൂളിൽ തന്നെ ഞാൻ ധ്രുവറാത്തിയുടെ ആ ഒരു ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു. സ്കൂളിൽ പഠിച്ച സമയത്ത് അന്നൊക്കെ സ്കൂൾ നാടകങ്ങളിൽ അഭിനയിക്കാൻ അദ്ദേഹം ഭയങ്കര തൽപരനായിരുന്നു. അങ്ങനെ നാടകത്തിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, പുള്ളിക്ക് നായകനാവണം. ഏത് നാടകമാണെങ്കിലും നരേന്ദ്രമോദി നായകനായിരിക്കണം, അല്ലെങ്കിൽ ആ നാടകം ബഹിഷ്കരിക്കും, ആ നാടകത്തിൽ പിന്നെ അഭിനയിക്കില്ല. അന്ന് നാടകത്തിൽ അഭിനയിച്ചതിന്റെ ഗുണം ഇന്ന് കാണുന്നില്ലേ? ഇന്ന് നമ്മളുടെ മുന്നിൽ അഭിനയിക്കുന്നു, നമ്മുടെ മുന്നിൽ നായക സ്ഥാനത്ത് നിന്ന് അഭിനയിക്കുന്നു. തനിക്ക് നായകനാവണം, എല്ലാവരും തന്നിലേക്ക് ശ്രദ്ധിക്കണം. നമുക്കറിയാം ഈ എന്തെല്ലാം പ്രോജക്റ്റുകൾ കൊണ്ടുവന്നപ്പോൾ അതിലെല്ലാം ഫോട്ടോ എടുക്കണം, വീഡിയോ പകർത്തണം. നമ്മൾ പലപ്പോഴും വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. ഇതെല്ലാം ഒരു തരത്തിൽ ഈ ഗിമിക്സിന്റെ പിന്നാലെ പോയിക്കൊണ്ട് അത്തരം ഗിമിക്സുകൾ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുക. അത് ഇന്ത്യയിലെ ഈ പറയുന്ന വാരണാസിയിലെ ഒരു പക്ഷേ ജനങ്ങളെ കബളിപ്പിച്ചേക്കാം അല്ലേ. പക്ഷേ നമ്മുടെ ബാക്കി കേരളത്തിലെ പോലുള്ള ആൾക്കാർക്കെല്ലാം ഇതിൽ ചിരി തമാശയൊക്കെ ആയിട്ടൊക്കെ തോന്നുന്നുള്ളൂ സത്യത്തിൽ അല്ലേ. ശരിക്കും അങ്ങനെയല്ലേ നമുക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ പല പ്രസ്താവനകളും നമ്മളെടുത്ത് തലകീറി പരിശോധിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും മണ്ടത്തരങ്ങളുടെ ഒരുപാട് ഘോഷയാത്രകളായിരിക്കും ശരിക്കും ഈ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇമ്പാക്ട് ഈ പറയുന്ന ഒരു ഭാഗ്യമുണ്ടായി, സുനാമി ഒന്നും വന്നില്ലെന്നുള്ളതും മീൻപിടുത്തക്കാർ രക്ഷപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്തിലൊരു ഗുണം. കാര്യം അവര് കുറെ ദിവസങ്ങളായിട്ട് ഈ മീൻ പിടിക്കാൻ പോകാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഇവര്. കാര്യം ബുദ്ധിമുട്ടിലാണ്, ഏറെ ബുദ്ധിമുട്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇപ്പം 4000 രൂപയ്ക്ക് മീൻ വിറ്റുകൊണ്ടിരുന്ന ഇപ്പം വെറും 1500 എത്തി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അവരനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാട്. 2500 രൂപയുടെ കുറവ് പിടിക്കുന്ന മീനിന് ഉണ്ടായിട്ടുണ്ട്. അപ്പം പിന്നെ മഴയും ഇത് കടലാക്രമണം കൊറേ ഇത്രയും നാളത്തെ ഒരു ചൂടിന് ശേഷം ഒരു ആശ്വാസത്തിന് പെയ്ത മഴയാ. ധ്യാനം തുടങ്ങിയപ്പോ ആ മഴ പോലും നിന്നുപോയി. എന്ത് ചെയ്യാനാ. ഇനി എന്തായാലും അവിടെ തിരിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പം 4-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാം.